അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ട് നമ്മുടെ വണ്ടിയുടെ കുറച്ച് കംപ്ലയിൻറ്റുകളും എടുക്കണം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ അതിലൊരു കംപ്ലയിൻ്റ് ആയിരുന്നുള്ള ലോവർ ആമിൻ്റെ സൈഡിൽ ഈ വണ്ടിയിൽ അത്യാവശ്യം ചെറിയ നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ടിലത്തെ റൈറ്റ് സൈഡിൽ ലോവർ ആം ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ട പെയിൻറ്റ് വ്യത്യാസം കണ്ടാൽ തന്നെ അറിയാം. അപ്പം റൈറ്റ് സൈഡിൽ പുതിയ ലോവർ ആമാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. എന്തായിരുന്നു എൻ്റെ കംപ്ലയിൻ്റ് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. കാരണം ഇതിൽ പഴയ ലോവർ ആം ഇപ്പോൾ എൻ്റെ ഇരിപ്പുണ്ട്. ഞാനതിൽ എന്തായിരുന്നു എൻ്റെ ഒരു കംപ്ലയിൻ്റ് എന്നുള്ളത് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആ പഴയ ഒരു ലോവർ ആം. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ പോർഷൻ കണ്ടോ, ഇവിടെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഡാമേജ് വരുന്നത്. ഇവിടുത്തെ ഈ ഒരു ബുഷ് കണ്ടോ, ഈ ഒരു ബുഷ് മൊത്തത്തിൽ പൊട്ടിയിട്ട് അവിടെ നിന്ന് അടർന്ന് പോയിട്ടുണ്ട്. രണ്ട് സൈഡിലും അടർന്നിട്ടുണ്ട്. ഇത് വണ്ടിയിൽ ഫിറ്റഡ് ആയിരിക്കുമ്പോൾ ഇച്ചിരിയും കൂടി ഒരു ഗ്യാപ്പ് വലുതാണ്. ഇതിപ്പോൾ അഴിച്ചെടുത്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് ചെറുതായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബുഷ് ഇവിടെ നിന്ന് പറഞ്ഞു പോരുവാണെങ്കിൽ മൊത്തത്തിൽ വണ്ടിയുടെ ആ റൈറ്റ് സൈഡിൽ ആ ഒരു വീലെല്ലാം കൂടെ പുറത്തേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് വണ്ടിയിൽ ചെക്ക് ചെയ്യണം. എടുക്കുമ്പോഴായാലും എടുത്തിട്ടായാലും ഇപ്പോൾ ഒത്തിരി പഴയ വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ലോറാമിൻ്റെ കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയൊരു ലോറാമ. നമ്മളിപ്പം ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിലെ ഫ്രണ്ടിൽ. പിന്നെ അപ്പം ഇതിൻ്റെ ചിലവ് വരുന്നത് ഏകദേശം ഒരു 1800 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അപ്പം നമുക്ക് പിന്നെ അത് ചെയ്തതിൻ്റെ ഒരു കോസ്റ്റൊക്കെ അടക്കം ഏകദേശം ഒരു 2300 അടുത്ത് നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ചിലവും കാര്യങ്ങളൊക്കെ വരുന്നത്. വിലയിലുണ്ട്. ഇതിന് കുറച്ച് വില ചിലപ്പോൾ ഓൺലൈനിൽ കിട്ടിയെന്ന് വരും. പക്ഷേ നിങ്ങളെപ്പോഴും ഒരു സർവീസ് സെൻ്ററിൽ നിന്ന് തന്നെ കൊണ്ട് കാണിച്ച് അവരോട് തന്നെ പാർട്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് കറക്റ്റ് ആ ഫിറ്റും കാര്യങ്ങളൊക്കെ മോഡലൊക്കെ കറക്റ്റാണെങ്കിൽ മാത്രമാണ് ഇത് പക്കയായിട്ട് സ്യൂട്ട് ആവത്തുള്ളൂ. സോ എപ്പോഴും ഒരു കടയിൽ പോയി തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും വണ്ടിയിൽ വേറെ കുറച്ച് ചെറിയ കംപ്ലയിൻറ്റും കാര്യങ്ങളും കൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഇതുപോലത്തെ വണ്ടി യൂസ് ചെയ്യുന്നവർക്ക് അതൊരു ഉപകാരപ്രദമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം.